പോളിംഗ് സ്റ്റേഷന് പുറത്ത് നില ഉറപ്പിച്ചിട്ടുമുണ്ട്. ഇനി 2 മിനിറ്റേ ഉള്ളൂ രഞ്ജിത്ത്. എല്ലാവരെയും ഗേറ്റിനകത്താക്കിയോ? ലൈറ്റ് ക്ലോസ് ചെയ്യണ്ട, വിഷ്വൽ എടുത്തു വാ. സുജയ 2 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. മുത്താന്തറയിലെ 56-ാം നമ്പർ ബൂത്തിൽ നീണ്ട നിരയുണ്ട്. ഇതൊരു പ്രശ്ന ബാധിത ബൂത്തായതുകൊണ്ട് തന്നെ ഈ പോളിംഗ് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് കൂടുതൽ പോലീസ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിലവിൽ ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇന്നലെയൊക്കെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ കള്ളവോട്ട് ആരോപണമൊക്കെ ഉന്നയിച്ചത് ഈ ബൂത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിന് പുറത്താണ് കൂടുതൽ പോലീസ് സജ്ജീകരണങ്ങൾ ഉള്ളത്. ACP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ പോളിംഗ് തകരാറിലായിട്ടുള്ള, അതായത് യന്ത്ര തകരാറ് മൂലം പോളിംഗ് നിർത്തിവെച്ചിട്ടുള്ള 56-ാം ബൂത്തിന് പുറത്താണ് ഒരല്പം തിരക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം ഈ പോളിംഗ് സ്റ്റേഷൻ്റെ ഗേറ്റ് അടയ്ക്കും. ഈ കാണുന്നത് വരെ, ഈ അവസാനത്തെ ആളുകളെയാണ്, ഈ കുട്ടിയെ പിടിച്ച് നിൽക്കുന്നതൊക്കെ അവസാനത്തെ ആളുകളാണ്. ഈ കാണുന്ന ആളുകൾ വരെ ഏകദേശം ഒരു 100-120ഓളം ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗേറ്റ് അടയ്ക്കും. ആ ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് പറയുന്നു. ഏതായാലും മൂത്താന്തറയിൽ ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇനി അതെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള ആളുകൾ മുഴുവനായിട്ട് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 6 മണി കൃത്യസമയമായിരിക്കുന്നു. ഈ 6 മണി വരെ അകത്ത് കയറിയിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കും. 6 മണിക്ക് പങ്കുവച്ചത്. വോട്ടെടുപ്പ് സമയം അവസാനിക്കുന്നു. സമയം 6 മണിയായിരിക്കുന്നു. രാവിലെ 7-ന് തുടങ്ങിയ പോളിംഗ് ആണ്. വാശിയേറിയ പ്രചാരണം, അതിനുശേഷം അതിലും വാശിയേറിയ ഒരു പോളിംഗ്. പക്ഷേ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുമോ എന്നതറിയാൻ നമുക്ക് അന്തിമ കണക്കുകൾ വരേണ്ടിയിരിക്കുന്നു. പലയിടങ്ങളിലും ഇപ്പോഴും ആളുകൾ വരി നിൽക്കുകയാണ്.